ശ്രീ ജോർജ് പൊടിപാറ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ നേടിയത് 3,42,078 വോട്ടുകളാണ്. ശശി തരൂർ നേടിയത് 3,52,155 വോട്ടുകളും. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും തരൂരിനെ വിറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം 2024 16,077 തരൂരിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരമായി BJPക്ക് വോട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മേഖലകൾ കൂടാതെയുള്ള മേഖലകളിലേക്ക് കൂടി കടന്നു വരാൻ, തീരമേഖലകളിലേക്ക് കൂടി കടന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് കോവളം പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ സ്വീകാര്യനാകുന്ന എന്നൊരു വിഷയമുണ്ടല്ലോ. കേരളത്തിന് പരിചിതനല്ല എന്ന ഒരു വാദം എത്രത്തോളം വിലപ്പോകും? സ്മൃതി, ആ വാദത്തിൽ വലിയ അർത്ഥമില്ല എന്നാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ശശി തരൂർ വരുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തെയും കേരളത്തിലെ വോട്ടർമാർക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹവും നവാഗതനായിരുന്നു. അദ്ദേഹത്തിനും വോട്ടർമാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലായിരുന്നു താനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഘടകം വലിയൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ സ്ഥാനാരോഹണം, പുതിയ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കാരണം കേരളത്തിലെ BJP അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താ? BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പടലപിണക്കങ്ങൾ, അതിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഇതൊക്കെയാണ് BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഘടകം. ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്ന രീതിയിലാണ് BJPയുടെ കേരളത്തിലെ അവസ്ഥ നമ്മൾ കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായ പ്രകടനം നടത്തും, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനെയെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പിന്നോട്ടടിക്കുന്നു. ഇതിന് പ്രധാന കാരണം BJPയുടെ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഒരിക്കൽ പോലും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല. അവരെല്ലാം എപ്പോഴും വ്യത്യസ്ത ചേരികളായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താ? മുരളീധരനും അതുപോലെ സുരേന്ദ്രനും അടങ്ങുന്ന വിഭാഗം ഒരു ചേരിയിൽ, മറുവിഭാഗം PK കൃഷ്ണദാസും അതുപോലെ തന്നെ MT രമേശും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മറുവശത്ത്. ഇത് രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ശോഭാ സുരേന്ദ്രൻ ഒരു സാന്നിധ്യമായിട്ടൊരു ശക്തിയായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ആരെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയാലും, സുരേന്ദ്രനെ തുടരാൻ അനുവദിച്ചാലും, ഇനി സുരേന്ദ്രന് പകരം മുരളീധരനെ പ്രസിഡൻ്റാക്കിയാലും, ഇനി ഇവരെ രണ്ടുപേരെയും മാറ്റി ഈ ഊഴത്തിൽ MT രമേശിനെ പ്രസിഡൻ്റാക്കിയാലും, അതല്ല ശോഭാ സുരേന്ദ്രനെ പ്രസിഡൻ്റാക്കിയാലും പ്രശ്നങ്ങൾ വീണ്ടും കൂടുതൽ ഗുരുതരാകുകയുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരാളെ കേരളത്തിലെ പാർട്ടിക്കകത്തുനിന്ന് കണ്ടെത്താൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, നമുക്കറിയാം, ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ ആ പരീക്ഷണങ്ങളൊന്നും കേന്ദ്ര നേതൃത്വം വിചാരിച്ചതുപോലുള്ളൊരു വിജയത്തിലേക്ക് എത്തിയില്ല. ആകപ്പാടെ കേന്ദ്ര നേതൃത്വത്തിന് ആശ്വസിക്കാനും അഭിമാനിക്കാനും അല്ലെങ്കിൽ കിട്ടിയത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ വിജയമാണ്. ആ വിജയമാകട്ടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ സംസ്ഥാനത്തെ പാർട്ടിയുടെയോ ക്രെഡിറ്റിൽ മാത്രം ഇടാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മുഴുവൻ സമയ പ്രവർത്തകനല്ലാത്ത ആ പാർട്ടിക്ക് പുറത്ത് വോട്ടുകൾ നേടാനും അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉള്ള മാസ് അപ്പീൽ, ഇത് കൂടാതെ ഏതാണ്ട് ഒരു തോൽവിക്ക് ശേഷം 5 വർഷക്കാലം ആ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് നേടിയ ഒരു അപ്പീൽ, ആ സ്വീകാര്യത. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ ഗംഭീര പ്രകടനമാണ്. അതായത് ശശി തരൂരിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നു ആ പ്രകടനം. അതായത് തിരുവനന്തപുരത്ത് എലൈറ്റായിട്ടുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും എലൈറ്റായിട്ടുള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. മധ്യവർഗവും അതുപോലെ തന്നെ ഉപരിവർഗവും ഒക്കെ ധാരാളമുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും ഈവൻ ടെക്നോക്രാറ്റ്സ് പോലും ഈ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലൊക്കെയുള്ള, അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വൻതോതിലുള്ള ഒരു മണ്ഡലം, ടെക്നോക്രാറ്റ്സ് ധാരാളമുള്ളൊരു മണ്ഡലം. ഇതെല്ലാമായിട്ട് അവിടെ ശശി തരൂരിനെ പോലെ ഒരാളെ അടിമുടി വിറപ്പിച്ച് അവസാനം ആ മത്സ്യത്തൊഴിലാളി മേഖലയിലല്ല അവിടെ കിട്ടിയ ഒരു എഡ്ജ് അല്ലെങ്കിൽ ശശി തരൂർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞതിന്. മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് മേധാവിത്വമുള്ള നിയമത്തൊക്കെ അദ്ദേഹം കഴിഞ്ഞ ഭൂരിപക്ഷം എത്രയോ കൂടുതൽ വർദ്ധിപ്പിച്ചു. അതുപോലെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും അതുപോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും BJPയുടെ സ്വാധീനശേഷി വർദ്ധിപ്പിക്കാൻ ഈ
രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ജനകീയനല്ല, അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയില്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റാണ്, വലിയൊരു ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം കേരളത്തിൽ അല്ല പഠിച്ചത്, ജനിച്ചത്, വളർന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങളെ ആകർഷിക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാക്ഷാൽ ശശി തരൂരിനെ പോലും വിറപ്പിക്കാനും കഴിഞ്ഞു എന്നത് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഇത് കേന്ദ്ര നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ്, അതായത് കേരളത്തിൽ ഒരു വിഭാഗത്തിൻ്റേതും അല്ലാത്ത എന്നാൽ എല്ലാവരുടേതുമായിരുന്ന നേതാവ്. മാത്രമല്ല, കേരളത്തിലെ ഏതെങ്കിലും വിഭാഗം അദ്ദേഹത്തിനിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല. കാരണം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ പദവിയിലേക്ക് നിയോഗിച്ചത് കേന്ദ്ര നേതൃത്വമാണ്. ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായായിട്ടും JP നദ്ദയായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ആ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കൺസ്ട്രെയിൻസ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിന് അതിൽ വിശദമായി വരാം. അതിലേക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.